ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ്. പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം 41/2021 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്, പാർട്ട് 3 ക്ലാസ്സാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ, വിറ്റാമിൻ കെ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഓപ്ഷൻ ബി വിറ്റാമിൻ കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ ആണ്. ഇനി വിറ്റാമിൻ കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ എന്നാണ് ചോദിക്കാറുള്ളതാണ്. വിറ്റാമിൻ കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ. ഇനി വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ്. റെറ്റിനോൾ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ എ ആണ്. B1 വിറ്റാമിൻ B1 ആണ് തയാമിൻ. വിറ്റാമിൻ B1 തയാമിൻ. വിറ്റാമിൻ B2 റൈബോഫ്ലാവിൻ ആണ്. വിറ്റാമിൻ B1 തയാമിനും വിറ്റാമിൻ B2 റൈബോഫ്ലാവിനുമാണ്. ഇനി വിറ്റാമിൻ സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ്. ഇനി വിറ്റാമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോൾ എന്നാണ്. വിറ്റാമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോൾ. വിറ്റാമിൻ കെയുടേതായിരുന്നു ഫില്ലോക്വിനോൺ. വിറ്റാമിൻ എ റെറ്റിനോൾ. വിറ്റാമിൻ B1 തയാമിൻ. വിറ്റാമിൻ B2 റൈബോഫ്ലാവിൻ. വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ ഡി കാൽസിഫെറോൾ. നമ്മുടെ പി എസ് സി വൈബിൽ വിറ്റാമിനുകൾ എന്ന ടോപ്പിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ യോജക കലയിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ യോജക കലയിൽ ഉൾപ്പെടാത്തത് ഏത്? തരുണാസ്ഥി, നാരുകല, രക്തം, പേശികല. തരുണാസ്ഥി, നാരുകല, രക്തം, പേശികല. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പേശികലയാണ് യോജക കലയിൽ ഉൾപ്പെടാത്തത്. നമുക്കറിയാം കോശങ്ങളുടെ കൂട്ടത്തെയാണ് കലകൾ അഥവാ ടിഷ്യൂസ് എന്ന് പറയുന്നത്. കോശങ്ങളുടെ കൂട്ടം, കോശ സമൂഹത്തെയാണ് കലകൾ എന്ന് പറയുന്നത്. ജന്തുകലകളെ പ്രധാനമായിട്ടും 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആവരണകല, നാഡീകല, പേശികല, യോജകകല. ജന്തുകലകളെ 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആവരണകല, നാഡീകല, പേശികല, യോജകകല. ഇതിൽ ആവരണകലയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതാണ്. ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന കലയാണ് ആവരണകല. നാഡീകല ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കലയാണ് നാഡീകല. ഇനി പേശികല ശരീരചലനം സാധ്യമാക്കുക എന്നതാണ് പേശികലയുടെയൊക്കെ ധർമ്മം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള യോജകകല. യോജകകല മറ്റ് കലകളെയൊക്കെ പരസ്പരം ബന്ധിപ്പിച്ച് താങ്ങായിട്ടൊക്കെ നിർത്തുന്നത് യോജക കലകളാണ്. മറ്റ് കലകളെയൊക്കെ പരസ്പരം ബന്ധിപ്പിച്ചിട്ട് താങ്ങായിട്ട് നിൽക്കുന്നത് യോജക കലകളാണ്. ഓക്കെ, പി എസ് സി പരീക്ഷയിൽ എപ്പോഴും യോജക കലകളുടെ ഉദാഹരണം ചോദിക്കാറുണ്ട്. യോജക കലകൾക്ക് ഉദാഹരണങ്ങളാണ് അസ്ഥികൾ, തരുണാസ്ഥി, രക്തം, നാരുകളൊക്കെ യോജക കലകൾക്ക് ഉദാഹരണമാണ്. അസ്ഥികളും തരുണാസ്ഥി, രക്തം ഒരു യോജക കലയാണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. രക്തം, അതേപോലെ നാരുകൾ, ഇതെല്ലാം യോജക കലയ്ക്ക് ഉദാഹരണമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം എത്രയാണെന്നാണ്. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം 1.3 മുതൽ 1.4 kg, 1.2 മുതൽ 1.4 kg, 1.4 മുതൽ 1.5 kg, 1.25 മുതൽ 1.3 kg. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1.3 മുതൽ 1.4 kg വരെയാണ്. 1.3 മുതൽ 1.4 kg വരെയാണ് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറ്. മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം നമ്മളിപ്പോൾ പറഞ്ഞു 1.4 കിലോഗ്രാം വരെയാണ് ഏകദേശം. ശരാശരി ഭാരം 1400 ഗ്രാം. ഗ്രാമിൽ ചോദിക്കുകയാണെങ്കിൽ 1400 ഗ്രാമാണ്. ശരാശരി ഭാരം 1400 ഗ്രാമാണ്. ഇനി മസ്തിഷ്കത്തെ പറ്റിയുള്ള പഠനമാണ് ഫ്രിനോളജി. ചോദിക്കാറുള്ളതാണ്. മസ്തിഷ്കത്തെ പറ്റിയുള്ള പഠനമാണ് ഫ്രിനോളജി. ഇനി മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ നോക്കാം. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെയൊക്കെ കേന്ദ്രം സെറിബ്രമാണ്. ഐച്ഛിക ചലനങ്ങളെയൊക്കെ സാധ്യമാക്കുന്നതും സെറിബ്രമാണ്. ചോദിക്കാറുള്ളതാണ്. മസ്തിഷ്കത്തിലെ ഐച്ഛിക ചലനങ്ങളെ സാധ്യമാക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? സെറിബ്രമാണ്. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെയൊക്കെ കേന്ദ്രം സെറിബ്രമാണ്. ഐച്ഛിക ചലനങ്ങളെ സാധ്യമാക്കുന്ന ഭാഗവും സെറിബ്രമാണ്.
ഇനി അടുത്തത് സെറിബെല്ലം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. ശരീര തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ശരീര തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. അതേപോലെ പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. അതേപോലെ മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. ചോദിക്കാറുള്ളതാണ്. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. മസ്തിഷ്കത്തിലെ അടുത്ത ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങൾ, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഏതായിരുന്നു? സെറിബ്രമാണ്. എന്നാൽ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വസനം, ഛർദി, ചുമ എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. ഓക്കെ. ദണ്ഡാകൃതിയിലുള്ള മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം മെഡുല ഒബ്ലാങ്കേറ്റയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഡാഷ് ഫലം പ്രയോജനപ്പെടുത്തിയാണ്. രാസഫലം, യാന്ത്രിക ഫലം, താപഫലം, പ്രകാശഫലം. സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഡാഷ് ഫലം പ്രയോജനപ്പെടുത്തിയാണ്. ഉത്തരം താപഫലമാണ്. സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിട്ടാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. സമ്പർക്ക ബലത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? സമ്പർക്ക ബലത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. വിസ്കസ് ബലം, ന്യൂക്ലിയർ ബലം, പ്രതല ബലം, കർഷണ ബലം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ന്യൂക്ലിയർ ബലമാണ്. സമ്പർക്ക ബലത്തിന് ഉദാഹരണമല്ലാത്തത് ന്യൂക്ലിയർ ബലമാണ്. ബലത്തിനെ സമ്പർക്ക ബലമെന്നും സമ്പർക്കരഹിത ബലമെന്നും തിരിച്ചിട്ടുണ്ട്. സമ്പർക്ക ബലമെന്നും സമ്പർക്കരഹിത ബലമെന്നും. ന്യൂക്ലിയർ ബലം, അതുപോലെ സൂര്യൻ ഭൂമിയെ ആകർഷിക്കുന്ന ബലം, ഇതൊക്കെ ഏതിനുദാഹരണമാണ്? സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണമാണ്. ഏതാണ്? ന്യൂക്ലിയർ ബലവും അതേപോലെ സൂര്യൻ ഭൂമിയെ ആകർഷിക്കുന്നതൊക്കെ സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണമാണ്. ഇനി സമ്പർക്ക ബലത്തിന് ഉദാഹരണങ്ങളാണ് വിസ്കസ് ബലം, പ്രതല ബലം, കർഷണ ബലം എന്നിവയൊക്കെ. വിസ്കസ് ബലം, കർഷണ ബലം, പ്രതല ബലമൊക്കെ സമ്പർക്ക ബലത്തിന് ഉദാഹരണമാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓക്സിജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഏത്? 1s2, 2s2, 2p4. അതാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. 1s2, 2s2, 2p4. അതാണ് ഓക്സിജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഓസോൺ പാളി കാണപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏത് പാളിയിലാണ്? ഓസോൺ പാളി കാണപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏത് പാളിയിലാണ്? ട്രോപ്പോസ്ഫിയർ, തെർമോസ്ഫിയർ, മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. എപ്പോഴും സ്ഥിരം ചോദിക്കാറുള്ളതാണത്. ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. അന്തരീക്ഷ പാളികളൊക്കെ PSCയുടെ ഇഷ്ട ടോപ്പിക്കാണ്. അപ്പോൾ അതെന്തായാലും നോക്കി വെച്ചേക്കണം. അന്തരീക്ഷ പാളികളെ പൊതുവെ 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇതൊക്കെയാണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ശരീരവേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗം ഏത്? ശരീരവേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗം ഏത്? അൻറ്റാസിഡുകൾ, അനാൾജസിക്കുകൾ, ആൻറ്റിസെപ്റ്റിക്കുകൾ, ആൻറ്റിപൈററ്റിക്കുകൾ. ശരീരവേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗം ഓപ്ഷൻ ബി ആണ്. അനാൾജസിക്കുകളാണ് ശരീരവേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗങ്ങൾ. ശരീരവേദന കുറയ്ക്കാനായിട്ടാണ് അനാൾജസിക്കുകൾ അതല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുന്നത്. ഇനി അനാൾജസിക്കുകൾക്ക് ഉദാഹരണമാണ് മോർഫിൻ, ആസ്പിരിൻ, അതേപോലെ പാരസെറ്റമോളൊക്കെ അനാൾജസിക്കുകൾക്ക് ഉദാഹരണമാണ്. ഏതൊക്കെയാണ്? മോർഫിൻ, ആസ്പിരിൻ, നമ്മുടെ പാരസെറ്റമോൾ, ഇതൊക്കെ അനാൾജസിക്കുകൾക്ക് ഉദാഹരണമാണ്. ശരീരവേദന കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗമാണ്. ഇനി ഓപ്ഷനിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ, രോഗാണുക്കളെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് ആൻറ്റിബയോട്ടിക്കുകൾ. രോഗകാരികളെ കൊല്ലാൻ കഴിയുന്ന മരുന്നാണ് ആൻറ്റിബയോട്ടിക്കുകൾ. ഇനി ആദ്യത്തെ ആൻറ്റിബയോട്ടിക് പെൻസിലിനാണ്. ആദ്യത്തെ ആൻറ്റിബയോട്ടിക് പെൻസിലിനാണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണത് കണ്ടുപിടിച്ചത്. പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഓക്കെ. ഇനി അടുത്തത് ആൻറ്റിസെപ്റ്റിക്കുകൾ. അണുക്കളെ, സൂക്ഷ്മജീവികളെ തടയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ആൻറ്റിസെപ്റ്റിക്കുകൾ. ഉദാഹരണം ഡെറ്റോള്, ബോറിക് ആസിഡ്, ഇതൊക്കെ ആൻറ്റിസെപ്റ്റിക്കുകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ.
ഇനി ഓപ്ഷനിലുള്ള അൻറ്റാസിഡ്, ശരീരത്തിലെ അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് അൻറ്റാസിഡുകൾ. ശരീരത്തിലെ അസിഡിറ്റി കുറയ്ക്കാനായിട്ടാണ് അൻറ്റാസിഡുകൾ ഉപയോഗിക്കുന്നത്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം കാർബണേറ്റ് എന്നിവയൊക്കെ അൻറ്റാസിഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരീരത്തിലെ അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് അൻറ്റാസിഡുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ഡേറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം ഏത്? ഏറ്റവും കൂടുതൽ ഡേറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം ഏത്? DVD, ബ്ലൂറേ DVD, CD, ഹാർഡ് ഡിസ്ക്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബ്ലൂറേ DVD ആണ് ഏറ്റവും കൂടുതൽ ഡേറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം, ബ്ലൂറേ DVD. അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ്, MS പെയിൻറ്, ജിംബ്, അഫിനിറ്റി ഫോട്ടോ. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ജിംബ്. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ജിംബ്. ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയർ ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തി ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് ഫ്രീ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ. ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ സ്ഥാപകൻ റിച്ചാർഡ് സ്റ്റോൾമാൻ ആണ്. ചോദിക്കാനുള്ളതാണ്. ഫ്രീ സോഫ്റ്റ്വെയർ, സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ സ്ഥാപകൻ 1985 റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ് ഫ്രീ സോഫ്റ്റ്വെയർ സ്ഥാപിച്ചത്. ഓക്കെ, ഉദാഹരണം ലിനക്സ് ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. ലിനക്സ് ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ സ്ഥാപകൻ ആരാണ്? റിച്ചാർഡ് സ്റ്റോൾമാൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സഫാരി ഏത് വിഭാഗത്തിൽപ്പെടുന്ന സോഫ്റ്റ്വെയർ ആണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വൈറസ് പ്രോഗ്രാം, സിസ്റ്റം സോഫ്റ്റ്വെയർ, ബ്രൗസർ. സഫാരി ഏത് വിഭാഗത്തിൽപ്പെടുന്ന സോഫ്റ്റ്വെയർ ആണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബ്രൗസർ ആണ്. സഫാരി ബ്രൗസറാണ്. ബ്രൗസറുകൾ കണ്ടുപിടിച്ചത് ടിം ബെർണേഴ്സ്-ലീ ആണ്. വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവായ www.ൻ്റെ ഉപജ്ഞാതാവായ ടിം ബെർണേഴ്സ്-ലീ ആണ് ബ്രൗസറും കണ്ടുപിടിച്ചത്. ഇനി ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ നെക്സസ് ആണ്. ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ നെക്സസ് ആണ്. ഇനി ഉദാഹരണം പഠിച്ചു വെച്ചേക്കുന്ന ബ്രൗസറുകളുടെ ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, മൈക്രോസോഫ്റ്റ് എഡ്ജ്, സഫാരി. നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു. സഫാരി, ഒപ്പേറ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ബ്രൗസറുകൾക്ക് ഉദാഹരണമാണ്. ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, മൈക്രോസോഫ്റ്റ് എഡ്ജ്, സഫാരി, ഒപ്പേറ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്നിവയൊക്കെ ബ്രൗസറുകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണ്? ആൻറ്റിവൈറസ് സ്കാനർ ഉപയോഗിക്കുക, കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യുക, കുക്കീസ് ഇടയ്ക്കിടയ്ക്ക് മായ്ച്ചു കളയുക, ഫയർവാൾ സെറ്റ് ചെയ്യുക. താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത്? എറർ, ബഗ്സ്, മിസ്റ്റേക്ക്, ഡിഫക്റ്റ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ബഗ്സ് എന്നാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിലെ തെറ്റിനെ പറയുന്നത് ബഗ്സ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? നീലകണ്ഠപിള്ള കാരൂർ, അച്യുതൻ നമ്പൂതിരി അക്കിത്തം, ജോർജ് ഓണക്കൂർ കാക്കനാടൻ, പി സച്ചിദാനന്ദൻ ആനന്ദ്. ഇതിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം. തെറ്റായത് ജോർജ് ഓണക്കൂർ കാക്കനാടൻ എന്നുള്ളതാണ് തെറ്റ്. PSC പരീക്ഷകളിൽ തൂലികാനാമം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇതിൽ കാരൂർ എന്ന തൂലികാനാമമുള്ള നീലകണ്ഠപിള്ളയാണ്. അക്കിത്തം എന്നുള്ളത് അച്യുതൻ നമ്പൂതിരിയാണ്. ആനന്ദ് എന്ന തൂലികാനാമം പി സച്ചിദാനന്ദൻ്റെതാണ്. എന്നാൽ ഓണക്കൂർ എന്ന് ജോർജ് ഓണക്കൂരാണ് ഓണക്കൂർ എന്ന തൂലികാനാമമുള്ളത്. ജോർജ് ഓണക്കൂരാണ് ഓണക്കൂർ എന്ന തൂലികാനാമമുള്ളത്. കാക്കനാടൻ എന്ന തൂലികാനാമമുള്ളത് ജോർജ് വർഗീസ് ആണ്. കാക്കനാടൻ എന്ന തൂലികാനാമം ആരുടേതാണ്? ജോർജ് വർഗീസിൻ്റെതാണ്. കാക്കനാടൻ ജോർജ് വർഗീസ് ആണ്. കാരൂർ നീലകണ്ഠപിള്ള, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, കാക്കനാടൻ ജോർജ് വർഗീസ് ആണ്. ഓക്കെ, ഇനി കുറച്ച് 2-3 തൂലികാനാമം കൂടി നമുക്ക് നോക്കാം. മാലി എപ്പോഴും ചോദിക്കാറുള്ളതാണ്. മാലി വി മാധവൻ നായരാണ്. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് മാധവൻ നായരാണ്. ചെറുകാട് എന്നറിയപ്പെടുന്നത് സി ഗോവിന്ദ പിഷാരടിയാണ്. ചെറുകാട് സി ഗോവിന്ദ പിഷാരടിയാണ്. ഓണക്കൂർ ജോർജ് ഓണക്കൂർ നമ്മൾ നേരത്തെ പറഞ്ഞു. പാറപ്പുറം എന്നറിയപ്പെടുന്നത് KE മത്തായി. പാറപ്പുറം ആരുടെ തൂലികാനാമമാണ്? KE മത്തായി. ഇനി കോവിലൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ്.
കോവിലൻ എന്ന തൂലികാനാമം വി വി അയ്യപ്പൻ്റേതാണ്. വി വി അയ്യപ്പൻ്റേതാണ് കോവിലൻ എന്ന തൂലികാനാമം. PSC റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന തൂലികാനാമങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട തൂലികാനാമങ്ങളും നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. PSC മലയാളം എന്ന പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തൂലികാനാമങ്ങളും എഴുത്തുകാരും കാണാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? തിരുവാതിര, ഓണം, തൈപ്പൂയം, ശിവരാത്രി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓണമാണ്. തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ഓണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ബാലഭാസ്കറിനെ പ്രശസ്തനാക്കിയ വാദ്യോപകരണം ഏത്? തബല, ഗിത്താറ്, വയലിൻ എന്നൊക്കെയായിരുന്നു ഓപ്ഷൻ. അതിൻ്റെ ബാക്കി വന്നിട്ടില്ല, സോറി. ഉത്തരം വയലിനാണ്. ബാലഭാസ്കറിനെ പ്രശസ്തനാക്കിയ വാദ്യോപകരണം വയലിനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തി, കാലടി, തിരൂർ, പാലക്കാട്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തിയിലാണ്. കേരള കലാമണ്ഡലത്തെ പറ്റി എപ്പോഴും ചോദിക്കാറുണ്ട്. കേരള കലാമണ്ഡലം നിലവിൽ വന്ന വർഷം 1930 നവംബറിലാണ് ചോദിച്ചിട്ടുണ്ട്. കേരള കലാമണ്ഡലം നിലവിൽ വന്ന വർഷം 1930. സ്ഥാപകൻ വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. തൃശ്ശൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂരിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂരിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. കേരള കലകളുടെ സംരക്ഷണമാണ് കേരള കലാമണ്ഡലത്തിൻ്റെ ലക്ഷ്യം. കേരള കലകളുടെ സംരക്ഷണമാണ് കേരള കലാമണ്ഡലത്തിൻ്റെ ലക്ഷ്യം. ഇനി കേരള കലാമണ്ഡലം ഒരു കൽപ്പിത സർവകലാശാലയായി മാറിയ വർഷം 2007. കേരള കലാമണ്ഡലം ഒരു കൽപ്പിത സർവകലാശാലയായിട്ട് മാറിയ വർഷം 2007. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി? അഞ്ജു ബോബി ജോർജ്, PT ഉഷ, KM ബീനാമോൾ, MD വത്സമ്മ. ഉത്തരം ഓപ്ഷൻ സി ആണ്, KM ബീനാമോളാണ്. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി KM ബീനാമോൾ. ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരമാണ് ഖേൽരത്ന പുരസ്കാരം. ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരമാണ് ഖേൽരത്ന പുരസ്കാരം. 1992 മുതലാണ് ഖേൽരത്ന പുരസ്കാരം നൽകി തുടങ്ങിയത്. 1992 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം എന്നാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത്. 2021 മുതൽ പേര് മാറ്റി ധ്യാൻചന്ദ് പുരസ്കാരം എന്നാക്കി. മേജർ ധ്യാൻചന്ദ് പുരസ്കാരം എന്നാണ് ഖേൽരത്ന പുരസ്കാരത്തിൻ്റെ ഇപ്പോഴത്തെ പേര്. 2021 മുതലാണ് പേര് മാറ്റിയത് മേജർ ധ്യാൻചന്ദ് പുരസ്കാരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 43 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രിയെ നിയമിച്ച രാജ്യം? റോം, ചൈന, ക്യൂബ, യമൻ. ആ സമയത്തെ കറണ്ട് അഫയേഴ്സ് വരുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ്, ക്യൂബയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ബാങ്കിംഗ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്ക്? ബാങ്കിംഗ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്ക്? ICIC ബാങ്ക്, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, റിസർവ് ബാങ്ക്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ICICI ബാങ്കാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്കാണ്. സ്ഥാപകൻ അപ്പു നെടുങ്ങാടിയാണ്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്കാണ്. അപ്പു നെടുങ്ങാടിയാണ് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് അല്ലെങ്കിൽ വാണിജ്യ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1955 SBI നിലവിൽ വന്നത്. അതിൻ്റെ ആദ്യത്തെ പേര്, SBIയുടെ ആദ്യത്തെ പേര് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നായിരുന്നു. ഇമ്പീരിയൽ ബാങ്ക് എന്നാണ് SBIയുടെ ആദ്യകാല നാമം. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM സ്ഥാപിച്ചത് HSBC ബാങ്കാണ്. മുംബൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ബാങ്ക് ഏതാണ്? HSBC ബാങ്കാണ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനെറ്റ് സൗകര്യം ആരംഭിച്ച ബാങ്ക്, ആദ്യത്തെ ബാങ്ക് ICICI ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനെറ്റ് സൗകര്യം ആരംഭിച്ച ആദ്യത്തെ ബാങ്ക് ICICI ബാങ്കാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രഥമ ONV പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? സുഗതകുമാരി, KR മീര, മധുസൂദനൻ നായർ, മുരുകൻ കാട്ടാക്കട. പ്രഥമ ONV പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, സുഗതകുമാരിയാണ്. സുഗതകുമാരിയാണ് പ്രഥമ ONV പുരസ്കാരം നേടിയ വ്യക്തി. ഇനി 2023 ONV പുരസ്കാരം ലഭിച്ചത് C രാധാകൃഷ്ണനാണ്. കറണ്ട് അഫെയർ ആണ്. ONV പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? C രാധാകൃഷ്ണനാണ്. ഇനി ONV പുരസ്കാരത്തിൻ്റെ തുക 3 ലക്ഷം രൂപയാണ്. ONV പുരസ്കാരത്തിൻ്റെ തുക 3 ലക്ഷം രൂപയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2020 വർഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം എന്ത്? മണ്ണുവർഷം, ജൈവ വൈവിധ്യ വർഷം,
വൃക്ഷവർഷം, സസ്യാരോഗ്യ വർഷം. 2020 വർഷത്തിൻ്റെ പ്രാധാന്യം, അന്താരാഷ്ട്ര പ്രാധാന്യം ഓപ്ഷൻ ഡി ആണ്, സസ്യാരോഗ്യ വർഷമാണ്. ഓപ്ഷൻ ഡി സസ്യാരോഗ്യ വർഷം. UN 2020 അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷമായിട്ടാണ് ആഘോഷിച്ചത്. ഓക്കെ, 2020 സസ്യാരോഗ്യ വർഷമാണ്. ഇനി 2024 UN ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് ഒട്ടക വർഷമായിട്ടാണ്. 2024 UN ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ഒട്ടക വർഷമായിട്ടാണ് ആചരിക്കുന്നത്. 2023 UN ആചരിച്ചത് മില്ലറ്റ് വർഷമായിട്ടാണ്. 2023 UN ഏത് വർഷമായിട്ടാണ് ആചരിച്ചത്? മില്ലറ്റ് വർഷമായിട്ടാണ് ആചരിച്ചത്. 2024 UN ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ഒട്ടക വർഷമായിട്ടാണ് ആചരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത് സെൻസസ് ആണ് 2021 നടത്താനിരിക്കുന്നത്? സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത് സെൻസസ് ആണ് 2021 നടത്താനിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 8ാമതാണ്. 2021 നടക്കേണ്ടത് 8ാമത്തെ സെൻസസ് ആണ്. 2011 നടന്നത് 7ാമത് സെൻസസ് ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ 7ാമത് സെൻസസ് ആണ് 2011 നടന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി നമ്മൾ 50 GK ചോദ്യങ്ങൾ നമ്മൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.